വെൽക്കം ബാക്ക് ടു JM അക്കാഡമി. ഇന്നത്തെ വീഡിയോയിൽ OET റീഡിംഗ് പാർട്ട് സിയിൽ നിന്ന് ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. OET റീഡിങ്ങിൻ്റെ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് സ്റ്റുഡൻസിനുള്ളൊരു കൺഫ്യൂഷനാണ് ഞാൻ ഇന്ന് ക്ലാരിഫൈ ചെയ്ത് തരുന്നത്. അതായത് പലരും നമ്മുടെ അടുത്ത് പറയാറുണ്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ OET റീഡിംഗ് പാർട്ട് സി എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഒപ്പീനിയൻ ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ. അപ്പം ഒപ്പീനിയൻ ക്വസ്റ്റ്യൻസ് എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നൊക്കെയുള്ള ഒരുപാട് ടെക്നിക്സ് മെത്തേഡ്സ് ഒക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ നമ്മൾ മെത്തേഡ് ഓരോ റീഡിംഗ് പാർട്ടിൻ്റെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഓരോരുത്തരും പറഞ്ഞു തരുന്നത് ഓരോരോ രീതിയിലായിരിക്കും. അപ്പോൾ ഇതിൽ ഏത് ഫോളോ ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ. ചിലർ ഫോളോ ചെയ്യുമ്പം കൺഫ്യൂഷനാണ്, വീണ്ടും കുറേ മെത്തേഡ് ഇങ്ങനെ പഠിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് ഏതാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത്, ഇത് അപ്ലൈ ചെയ്യുമ്പം ആ ക്വസ്റ്റ്യനിൽ ഓക്കെയാണ്, പക്ഷേ വേറൊരു മെറ്റീരിയൽ എടുത്ത് ചെയ്യുമ്പം അത് അപ്ലൈ ചെയ്യാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ നമുക്ക് ഏത് ക്വസ്റ്റ്യനിൽ എന്ത് അപ്ലൈ ചെയ്യണം എന്നറിയാത്തൊരു സിറ്റുവേഷൻ. അപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ ഒന്ന് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്ത് തരാനായിട്ട് ഞാനിവിടെ 2 എക്സാമ്പിൾസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരേപോലെ തോന്നുന്ന 2 ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം, പക്ഷേ അതിൻ്റെ ആൻസേഴ്സ് കൊടുത്തിരിക്കുന്നത് 2 ഡിഫറെൻറ്റ് രീതിയിലാണ്. ഓക്കെ, അപ്പം അത് ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്, അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, പിന്നെ നമ്മൾ റീഡിങ് ആൻഡ് ലിസണിങ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ടെന്നുള്ളതൊക്കെ കൂടിയൊരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെ ഞാൻ ആദ്യം എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്കറിയാമല്ലോ, ബോൾഡ് ലെറ്ററിൽ അണ്ടർലൈൻ ചെയ്തിട്ടൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ്, അതായത് ലെക്സിക്കൽ റെഫറൻസിങ് അല്ലെങ്കിൽ വൊക്കാബുലറി ക്വസ്റ്റ്യൻ ടൈപ്പിലൊക്കെ അതിൻ്റെ ഒരു കാറ്റഗറിയിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിച്ച് നോക്കാം. വാട്ട് ഈസ് സജസ്റ്റഡ് അബൌട്ട് സ്ലീപ്പിംഗ് പിൽസ് ബൈ ദ യൂസ് ഓഫ് ദ വേർബ് നോച്ചപ്പ്. അപ്പോൾ നോച്ചപ്പ് എന്ന വേർബ് യൂസ് ചെയ്തിട്ട് സ്ലീപ്പിംഗ് പിൽസിനെ പറ്റി എന്താണ് സജസ്റ്റ് ചെയ്യുന്നതെന്നാണ് ചോദ്യം അല്ലേ. അപ്പോൾ നമ്മൾ പാരഗ്രാഫ് വായിക്കുന്ന സമയത്ത് ഇവിടെയാണ് നോച്ചപ്പ് കൊടുത്തിരിക്കുന്നത്. നമുക്കിതൊന്ന് വായിച്ച് നോക്കാം. അത് നമുക്ക് ഈ ഒരു സെൻറ്റൻസ് തൊട്ട് വായിക്കാം. കൊളാഗുരി റീസെൻ്റ്ലി പബ്ലിഷ്ഡ്. അപ്പോൾ കൊളാഗുരി എന്ന് പറയുന്നത് ഒരു ആളുടെ പേരാണ്. അപ്പം റീസെൻ്റ്ലി ഒരു സ്റ്റഡി, ഒരു അനാലിസിസ് 13 സ്റ്റഡീസിൽ അനാലിസിസ് ചെയ്തതിൽ അത് കൺക്ലൂഡ് ചെയ്തത്, വിച്ച് കൺക്ലൂഡഡ് ദാറ്റ് placebo sleeping pills whose genuine counterparts notch up nearly 3 million prescriptions in Australia annually significantly improve sleep quality. അപ്പം ഈ ഒരു സ്റ്റഡി കൺക്ലൂഡ് ചെയ്ത് എന്താണ്, സ്ലീപ്പിംഗ് പിൽസ് നിയർലി അറൌണ്ട് 3 മില്യൺ പ്രിസ്ക്രിപ്ഷൻസ് ഓസ്ട്രേലിയയിൽ ആനുവലി കണ്ടു, അതുപോലെ തന്നെ സ്ലീപ്പ് ക്വാളിറ്റിയും ഇമ്പ്രൂവ് ആക്കി എന്നാണ് പറയുന്നത്. അപ്പോൾ സ്ലീപ്പിംഗ് പിൽസിനെ പറ്റി 2 കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലായത്. 3 മില്യൺ പ്രിസ്ക്രിപ്ഷൻസ് ആനുവലി വന്നു, അതുപോലെ തന്നെ സ്ലീപ്പ് ക്വാളിറ്റി ഇമ്പ്രൂവ് ആയി എന്നുള്ളത് അല്ലേ. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നതും അതാണ്, എന്താണ് സ്ലീപ്പിംഗ് പിൽസിനെ പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഓപ്ഷൻസ് വായിക്കുന്ന സമയത്ത് ഒന്നാമത്തെ ഓപ്ഷൻ, ദേ മേ ഹാവ് നെഗറ്റീവ് റിസൾട്ട്, അതായത് സ്ലീപ്പിംഗ് പിൽസിന് നെഗറ്റീവ് റിസൾട്ട് ഉണ്ടെന്നല്ലല്ലോ നമ്മൾ വായിച്ചത്, അതിന് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് അല്ലേ. ദേ കുഡ് ഈസിലി ബി റീപ്ലേസ്, അത് ഈസിലി റീപ്ലേസ് ചെയ്യാമെന്ന് അവിടെ പറയുന്നില്ല. ദേ ആർ എക്സ്ട്രീംലി എഫക്റ്റീവ് എന്നുള്ളതും പറയുന്നില്ല, അത് എഫക്റ്റീവാണ്, എക്സ്ട്രീംലി എഫക്റ്റീവ് എന്നുള്ളത് അവിടെ പറയുന്നില്ല. ദേ ആർ വെരി വൈഡ്ലി യൂസ്ഡ്, അതായത് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ടെന്ന് അവിടെ പറയുന്നുണ്ട് അല്ലേ. 3 മില്യൺ ആൾക്കാരാണ് അവിടെ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻസ് ആണ് അവിടെ ഉണ്ടായതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ എന്താണ്, ഇവിടുത്തെ 4ാമത്തെ ഓപ്ഷനാണ് നമ്മുടെ കറക്റ്റ് ആൻസർ അല്ലേ. അപ്പം നോച്ചപ്പ് എന്നുള്ള വാക്കിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വേർബിൻ്റെ മീനിങ് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. നോച്ചപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യുക എന്നാണ്, ടു അച്ചീവ് സംതിങ്, അതാണ് ആ ഒരു വേർബിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു പാരഗ്രാഫിൽ സ്ലീപ്പിംഗ് പിൽസ് എന്ത് അച്ചീവ് ചെയ്തു, 3 മില്യൺ പ്രിസ്ക്രിപ്ഷൻസും അച്ചീവ് ചെയ്തു, സ്ലീപ്പ് ക്വാളിറ്റിയും കൂട്ടി. അപ്പോൾ അത് അച്ചീവ് ചെയ്ത 2 ബെനിഫിറ്റ്സ് ആണ്, അല്ലെങ്കിൽ 2 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അപ്പം നോച്ചപ്പ് എന്ന വാക്കിൻ്റെ മീനിങ് വെച്ചിട്ടല്ല നമ്മളിവിടെ ആൻസർ ചെയ്തത്, സ്ലീപ്പിംഗ് പിൽസ് എന്താണെന്ന് നോക്കുകയാണ് ചെയ്തത് അല്ലേ. സ്ലീപ്പിംഗ് പിൽസിനെ പറ്റി എന്ത് പറയുന്നു എന്ന് നോക്കുകയാണ് ചെയ്തത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ, ദ റൈറ്റർ യൂസസ് ദ ഫ്രേസ് എ സിൽവർ ലൈനിങ് ഇൻ ദ ഫൈനൽ പാരഗ്രാഫ് ടു എംഫസൈസ്. അപ്പം സിൽവർ ലൈനിങ് എന്നുള്ളത് റൈറ്റർ യൂസ് ചെയ്യുന്നുണ്ട്, അത് എന്ത് എംഫസൈസ് ചെയ്യാനാണെന്നാണ്. അപ്പോൾ എഗെയിൻ നമ്മൾ ഈ പാരഗ്രാഫ് പോയി വായിക്കുന്ന സമയത്ത് ഇവിടെ ടേക്കൺ ടുഗെദർ ദിസ് റിസർച്ച് ഈസ് വറിയിങ് ആൻഡ് സജസ്റ്റ് ദാറ്റ് ഇറ്റ്സ് ടൈം ഫോർ ഡോക്ടേഴ്സ് ടു ട്രീറ്റ് ദ കണ്ടീഷൻ more aggressively and to find out more about each individual's triggers so as to stop attacks from happening, but there is a silver lining. അപ്പം ഈ റിസർച്ച് സജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ഡോക്ടേഴ്സ് കുറച്ചുകൂടെ അഗ്രസീവ്ലി കണ്ടീഷനെ ട്രീറ്റ് ചെയ്യണമെന്നും അതുപോലെ തന്നെ ഇൻഡിവിജ്വലിൻ്റെ ട്രിഗേഴ്സ് കൂടുതലായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ അതിനൊരു സിൽവർ ലൈനിങ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ദ സ്ട്രക്ചറൽ ചേഞ്ചസ് ഷുഡ് നോട്ട് ബി ലൈക്കൻ ടു ഡിമെൻഷ്യ, അൾഷൈമേഴ്സ് ഡിസീസ് ഓർ ഏജിങ്, where brain tissue is lost or damaged irreparably.
അപ്പം എന്താണ് സ്ട്രക്ചറൽ ചേഞ്ചസ് ഇതേപോലെ അല്ല എന്നാണ് പറയുന്നത്. അപ്പം സിൽവർ ലൈനിങ് എന്ന് ഉള്ള ഒരു ഫ്രേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇതിൻ്റെ ആൻസർ ചെയ്യേണ്ടത് സിൽവർ ലൈനിങ്ങിൻ്റെ മീനിങ് വെച്ചിട്ടാണ്. കാരണം ഓപ്ഷൻസിൽ നിങ്ങൾ തിരിച്ചു പോയി നോക്കുമ്പോൾ പ്രിവിലേജ്ഡ് പൊസിഷൻ ഓഫ് സം സഫറേഴ്സ് എന്ന് ഇപ്പം നമ്മൾ വായിച്ചിട്ടില്ല അല്ലേ. പോസിറ്റീവ് ആസ്പെക്ട് ഓഫ് ദ റിസർച്ച് എന്ന് അവിടെ ഡയറക്റ്റ്ലി പറയുന്നുണ്ടോ? ഇല്ല. വേ മൈഗ്രെയിൻ അഫക്ട്സ് ഓൾഡർ പീപ്പിളുടെ കാര്യം മാത്രമല്ല പറയുന്നത്, അവിടെ അൾഷീമേഴ്സ്, ഡിമെൻഷ്യ ഒക്കെ പറയുന്നുണ്ട്. ദ വാല്യൂ ഓഫ് പബ്ലിസൈസിങ് ദ റിസർച്ച് പബ്ലിസൈസ് ചെയ്യുന്നതിൻ്റെ വാല്യൂ. ഇതിൽ ശരിക്കും പറഞ്ഞാൽ മൈഗ്രെയിൻ അഫക്ട്സ് ഓൾഡർ പീപ്പിൾ എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ ഏജിങ് എന്നുള്ളത് ശരിക്കും എക്സാക്ട്ലി അതുപോലെ പറയുന്നത്. പക്ഷെ നമ്മുടെ ആൻസർ ഇവിടെ വരുന്നത് എന്താണ്? പോസിറ്റീവ് ആസ്പെക്ട് ഓഫ് ദ റിസർച്ച് ആണ്. കാരണം സിൽവർ ലൈനിങ്ങിൻ്റെ മീനിങ് പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം എന്നാണ്. ഒരു സിൽവർ ലൈനിങ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം ഉണ്ടെന്നോ അല്ലെങ്കിൽ ഒരു ഹോപ്പ് ഉണ്ടെന്നോ ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ മീനിങ് വെച്ചിട്ടാണ് നമുക്കിവിടെ ആൻസറിലോട്ട് എത്താൻ പറ്റുക. ആ പാരഗ്രാഫിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഓൾഡർ പീപ്പിൾ അവിടെ പറയുന്നുണ്ട്, അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് ക്വസ്റ്റ്യനും ഒരേപോലെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ എന്താണ്, ക്വസ്റ്റ്യൻസ് രണ്ടും ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ആൻസർ കൊടുത്ത രീതിയും ഡിഫറെൻ്റ് ആയിരുന്നു അല്ലേ. ഇവിടെ നോച്ചപ്പിൻ്റെ മീനിങ് നമുക്ക് വേണ്ടായിരുന്നു, ഇവിടെ സിൽവർ ലൈനിങ്ങിൻ്റെ മീനിങ് നമുക്ക് ആവശ്യമായിട്ട് വന്ന് ആൻസർ ചെയ്യാനായിട്ട്. അതായത് ഒരേപോലെ ഇരിക്കുന്ന ക്വസ്റ്റ്യനിൽ രണ്ട് ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുന്ന സമയത്ത് ഇപ്പം നോച്ചപ്പ് അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് സിൽവർ ലൈനിങ്ങും അതേപോലെ ഇരിക്കുന്നു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം ഒരേ ഫോർമാറ്റിൽ ഇരിക്കുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിലും അവിടെ മൈന്യൂട്ട് ഡിഫറൻസ് ഉണ്ട്. അപ്പം ആ ക്വസ്റ്റ്യൻ അനുസരിച്ച് ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി ആ ക്വസ്റ്റ്യൻ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പം ഇവിടെ ഇപ്പോൾ സിൽവർ ലൈനിങ് ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എക്സാമിന് വരുന്ന വേറൊരു മെറ്റീരിയൽ മീനിങ് വെച്ച് ചെയ്യേണ്ടതായിരിക്കില്ല ചിലപ്പം. ഓക്കെ, അപ്പം ആ എക്സാമിൻ്റെ സമയത്ത് ആ ക്വസ്റ്റ്യൻ ഏത് ടൈപ്പാണെന്ന് മനസ്സിലാക്കാൻ പറ്റണം. അത് നമുക്ക് എക്സാമിൻ്റെ സമയത്ത് ആലോചിച്ച് അത് കൊടുത്തിട്ടുണ്ടോ, അത് മീനിങ് വേണോ വേണ്ടായോ എന്നൊന്നും ആലോചിച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്യാനൊന്നുള്ള സമയം നമുക്കില്ല. നമുക്ക് ഓൾറെഡി അറിഞ്ഞിട്ട് വേണം നമ്മൾ എക്സാമിന് പോകാനായിട്ട്. അപ്പം ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്ന സമയത്ത്, ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഫോളോ ചെയ്യുന്ന സമയത്ത് അതെങ്ങനെ ചോദിച്ചാലും അതിൻ്റെ വെറൈറ്റി, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് എന്താണ്, അതെങ്ങനെയൊക്കെ ചോദിക്കാം, അതെങ്ങനെ ചോദിച്ചാലും ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഈ ഒരു ഒപ്പീനിയൻ ക്വസ്റ്റ്യൻ തന്നെ എടുക്കാം. റൈറ്റർ സജസ്റ്റ്, റൈറ്റർ തിങ്സ്, റൈറ്റേഴ്സ് സെയ്സ് എന്നൊക്കെ പറയുന്ന ഒപ്പീനിയൻ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പലരും പോയിട്ട് സജസ്റ്റിൻ്റെ സിനോണിം പാരഗ്രാഫിൽ നോക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ സിനോണിം അവിടെ കൊടുക്കില്ല. കാരണം എല്ലാ ഒപ്പീനിയൻ ക്വസ്റ്റ്യനും ഒരേപോലെയല്ല. ചിലർ ഇൻവേർട്ടഡ് കോമ പോയി നോക്കാറുണ്ട്, പക്ഷെ അവിടെ ഇൻവേർട്ടഡ് കോമ കാണില്ല. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയോ, ഒരു ഒപ്പീനിയൻ ക്വസ്റ്റ്യൻ്റെ ആൻസർ എങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത് അതുപോലെ ആയിരിക്കില്ല വേറൊരു ഒപ്പീനിയൻ ക്വസ്റ്റ്യൻ്റെ ആൻസർ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ റിപ്പീറ്റേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് ഓൾറെഡി അറിയാം. അതിന് കാരണം എന്താണ്, നമ്മൾ പഠിക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് മെത്തേഡ് എന്ന് പറയുന്നത് ആ ക്വസ്റ്റ്യന് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കാം. വേറൊരു രീതിയിൽ അത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റക്കായി പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. നമ്മളൊരു മെത്തേഡ് അപ്ലൈ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അത് എക്സാമിന് നമുക്ക് യൂസ്ഫുൾ ആവണം അല്ലേ. അല്ലെങ്കിൽ അത് ഏത് മെറ്റീരിയൽ എടുത്ത് ചെയ്താലും നമുക്ക് യൂസ്ഫുൾ ആവണം. അല്ലാതെ നമ്മൾ വെറുതെ ഓക്കെ ഇന്ന ക്വസ്റ്റ്യൻ ഇന്ന മെത്തേഡാണെന്ന് പറഞ്ഞ് സമയം കളഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ഇനി എല്ലാവരും ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങൾ റീഡിങ് ചെയ്യുന്ന സമയത്ത്, ലിസ്ണിങ് ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ച് ഡിഫിക്കൽട്ടീസ്, നോർമലി സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്ന കുറച്ച് ഇഷ്യൂസ് ഞാൻ പറഞ്ഞുതരാം. ഈ ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇനി എക്സാം എഴുതാനായിട്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റീഡിങ് പാർട്ട് എ എടുക്കുകയാണെങ്കിൽ, റീഡിങ് പാർട്ട് എയിൽ നിങ്ങൾക്ക് ഈ 3 കാര്യത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ഒരു സിറ്റുവേഷനിൽ ഉണ്ടോ എന്ന് നോക്കുക. അതായത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന മെറ്റീരിയലും എക്സാം മെറ്റീരിയലും ഡിഫറെൻ്റ് ആയിട്ട് തോന്നാറുണ്ടോ? അതായത് പ്രാക്ടീസ് ചെയ്യുമ്പം റീഡിങ് പാർട്ട് ചിലപ്പോൾ 8 മിനിറ്റും 7 മിനിറ്റും കൊണ്ടൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റുന്നവരുണ്ട്. പക്ഷേ എക്സാമിന് പോകുമ്പം അത് 15 മിനിറ്റ് എടുത്താലും അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റാതെ വരുന്നവരുണ്ട്. അതിന് കാരണം എന്താണ്? നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന മെറ്റീരിയലും എക്സാം മെറ്റീരിയലും ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ്. ഇനി അത് പുതിയ മെറ്റീരിയൽ ആണെങ്കിൽ തന്നെ, നിങ്ങൾ നേരത്തെ ചെയ്യാത്ത മെറ്റീരിയൽ ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്? ആ പുതിയ മെറ്റീരിയൽ അപ്ഡേറ്റഡ് ഫോർമാറ്റിലുള്ളതായിരിക്കില്ല, അതുകൊണ്ടാണ്. പിന്നെ അടുത്തത് ടൈം മാനേജ്മെൻറ്റ്. ടൈമിനുള്ളിൽ തീർക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ടൈമിനുള്ളിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 15 മിനിറ്റിൽ 20 എണ്ണം ചെയ്ത് തീർക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, അത് ഏത് മെറ്റീരിയലാണ്? ഡിഫിക്കൾട്ട് മെറ്റീരിയൽ വരുന്ന സമയത്ത്. പിന്നെ സ്കോർ ഇഷ്യൂസ്. ചിലർക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റും, നല്ല പ്രാക്ടീസ് മെറ്റീരിയൽസും ഉണ്ട്, പക്ഷേ എക്സാമിന് സ്റ്റിൽ സെയിം സ്കോർ ആണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രോബ്ലം? ഇത് രണ്ടും ആയിരിക്കില്ല. ടൈമും ഓക്കെ ആയിരിക്കും, മെറ്റീരിയൽസും ഓക്കെ ആയിരിക്കും. നമ്മുടെ ആക്യുറസിക്ക് അല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന ആൻസേഴ്സിന് എന്തെങ്കിലും പ്രോബ്ലംസ് കാണും. നമ്മൾ 20 എണ്ണം ആൻസർ ചെയ്യും, പക്ഷേ എഴുതുന്നത് തെറ്റായി പോയാൽ തീർന്നില്ലേ? അപ്പം അതായിരിക്കും അവിടുത്തെ പ്രശ്നം. ഇനിയിപ്പോൾ പാർട്ട് ബി എൻ സിയിലോട്ട് വരുന്ന സമയത്ത് എക്സാം എഴുതുന്നതിന് മുമ്പ്
നിങ്ങൾ നോക്കുക, റിപ്പീറ്റഡ് ആയിട്ട് ഒരു പാരഗ്രാഫ് വായിക്കുന്നുണ്ടോ, അതായത് ഒരു പാരഗ്രാഫ് എത്ര തവണ വായിക്കുന്നുണ്ടോ, ഒരു തവണ വായിക്കാനുള്ള സമയം പോലും നമുക്കില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും വീണ്ടും വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള സമയമില്ല അല്ലേ. പിന്നെ ഓപ്ഷൻസ് തമ്മിൽ 4 ഓപ്ഷൻസോ ആ പാരഗ്രാഫിലുള്ളത് പോലെയോ ആ 4 ഓപ്ഷൻസോ അവിടെ ഇല്ലാത്തതുപോലെയോ, ഇപ്പോൾ നമ്മളിവിടെ സിൽവർ ലൈനിങ് ചെയ്തു, 4 ഓപ്ഷനും പാരഗ്രാഫിൽ ഇല്ലാത്തതുപോലെ ചിലപ്പോൾ തോന്നാം അല്ലേ. എന്നിട്ട് നമ്മൾ കറക്കി കുത്തി ഒരു ആൻസർ ചൂസ് ചെയ്യാം. പക്ഷെ അങ്ങനെയല്ല, കറക്റ്റ് മെത്തേഡ് മനസ്സിലായി, അത് മീനിങ് വെച്ചിട്ടാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായപ്പോൾ നമുക്ക് രണ്ടാമത്തെ ആൻസർ കറക്റ്റായിട്ട് കിട്ടി അല്ലേ. അപ്പം അതെന്താണ് കൺഫ്യൂഷൻ വരുന്നത് ഓപ്ഷൻസ് തമ്മിൽ കൺഫ്യൂഷൻ വരുന്നത് എന്തുകൊണ്ടാണ്? ആ മെത്തേഡ് അറിയാത്തത് കൊണ്ടാണ്. പിന്നെ ഒരു പാരഗ്രാഫിൻ്റെ ഡയറക്റ്റ് മീനിങ്ങും ഇൻഡയറക്റ്റ് മീനിങ്ങും എടുക്കാൻ പറ്റുന്നുണ്ടോ, പാരഗ്രാഫ് വായിച്ചിട്ട് അവരുദ്ദേശിക്കുന്ന മീനിങ് ആണോ നമുക്ക് കിട്ടുന്നതെന്ന് നോക്കുക. പിന്നെ സെയിം സ്ട്രാറ്റജീസ് സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ കിട്ടാതിരിക്കുന്നുണ്ടോ, അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജീസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. പിന്നെ ലിസണിങ്ങിലോട്ട് വരുന്ന സമയത്ത് ഓഡിയോ കേൾക്കുന്ന രീതി, ഓഡിയോ കേട്ടിട്ട് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ, എസ്പെഷ്യലി ലിസണിങ് പാർട്ട് സിയിലൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ, കോൺവെർസേഷൻ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുക. വെറുതെ നമ്മളൊരു മൂവി കാണുന്നത് പോലെയോ അല്ലെങ്കിൽ മ്യൂസിക് കേൾക്കുന്ന പോലെയോ കേൾക്കാനുള്ളതല്ല നമ്മുടെ ലിസണിങ്ങിൻ്റെ പാർട്ട് സി ഒക്കെ. അത് മനസ്സിലാക്കി കേൾക്കാൻ പറ്റണം. അപ്പോൾ അങ്ങനെ കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിച്ച് അത് ആൻസറിലോട്ട് എത്തിയില്ലെങ്കിൽ നമുക്ക് ആ ഓഡിയോ എങ്കിലും കേൾക്കണം, അല്ലെങ്കിൽ ഓഡിയോ കേട്ടില്ലെങ്കിൽ ആൻസറിലോട്ട് എത്തണം. ഇതിലേതിലും ഒന്ന് സംഭവിക്കണം അല്ലേ, കറക്റ്റ് ആൻസറിലോട്ട് എത്തണം. അല്ലാതെ നമുക്ക് കിട്ടി എന്നുള്ള രീതിയിൽ നമുക്ക് പോകാൻ പറ്റില്ല, കാരണം ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സാമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങളിനി അടുത്തൊരു എക്സാം ബുക്ക് ചെയ്യാനായിട്ട്. ഈ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആരെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തിട്ട് മാത്രം നിങ്ങളിനി എക്സാം ബുക്ക് ചെയ്ത് എഴുതുക. അല്ലെങ്കിൽ വീണ്ടും നമുക്ക് സെയിം സ്കോർ തന്നെ ആയിരിക്കും വന്ന് നിൽക്കുക. എസ്പെഷ്യലി റീഡിങ് ആൻഡ് ലിസണിങ്ങിന്. റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ് നമുക്ക് പാസ്സാവാൻ പറ്റും, പക്ഷേ റീഡിംഗ് ആൻഡ് ലിസണിങ്ങിന് അതേ സ്കോർ തന്നെ വന്ന് നിൽക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പം നിങ്ങൾ വരുത്തുന്ന കുറച്ച് മിസ്റ്റേക്സ്, പിന്നെ അതുപോലെ തന്നെ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.